ഇന്ന് നമ്മുടെ ഓഫീസിൽ ക്ലീനിങ് ഡേ ആണ്. ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സാറിൻ്റെ ക്യാബിൻ ചെറുതായിട്ടൊന്ന് പണിയുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ആദ്യം തന്നെ ആദ്യത്തെ ചൂലും എടുത്ത് ഇറങ്ങി. ആദ്യം ഇറങ്ങി വേറെ ഒന്നും കൊണ്ടല്ല, പണി എങ്ങനെ എടുക്കാതിരിക്കാമെന്ന് നോക്കാനാണ് അവൾ ചൂലും എടുത്ത് ഇറങ്ങിയത്. അങ്ങനെ ചേച്ചി ആദ്യത്തെ ഇടുന്ന ചൂലും വാങ്ങിച്ച് ചേച്ചി തന്നെ ഫസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി. വലയൊക്കെ അടിച്ച് ചിലന്തി വലയൊക്കെ അടിച്ച് അങ്ങോട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഒരുത്തി പണിയെടുക്കാതിരിക്കാൻ പല അടവ് നോക്കണം. അപ്പോഴത്തേ സാർ ഇറങ്ങി വന്നിട്ട് പറയുന്നു മോണിറ്ററിന് നോവാതെ തുടയ്ക്കണേ എന്നൊക്കെ പറയാനാണ് സാർ ഇറങ്ങി വന്നത്. പാവം ചേച്ചി എല്ലാം തൂത്ത് തുടച്ച് വലയൊക്കെ അടിച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ. ചേച്ചി പാവം നല്ലപോലെ പണിയെടുത്ത് അങ്ങനെ നിന്ന് അടുത്തൊരുത്തി എല്ലാ സാധനവും എടുത്ത് വെച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് പണിയെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഒരുത്തൻ ധനുജിത്ത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് വാക്യൂം ക്ലീനർ എടുത്തുകൊണ്ട് പോയി അതിനെ തൊലച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. ഇവൻ വേറൊരു ഉടായിപ്പാണ്, പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. പാവം ചേച്ചി മാത്രമുണ്ട്. പാവം. എന്നിട്ട് ആദിത്യ പറയുകയാണ് അവൾ ഈ തുടയ്ക്കണ വീഡിയോ ഒന്നും ഇട്, അവൾ ജോലി ചെയ്യണമെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അവൾ ജോലി ചെയ്യണതായിട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെ നിന്നപ്പം ഇതാണ് സാറിൻ്റെ ഒരേ ഒരു പുത്രൻ, സാറിൻ്റെ മോനാണ് ഇത്, പേര് സയ്യിദ് എന്നാണ്. അങ്ങനെ അവൻ വന്ന് അത് കഴിഞ്ഞ് അവൻ മുഖമൊന്നും കാണിക്കില്ല, പക്ഷെ ഞാൻ അവൻ്റെ മുഖം എടുക്കാതെ വിടൂലല്ലോ. അങ്ങനെ കിട്ടിയേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേച്ചി ടി വിയൊക്കെ തുടച്ച് കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരുത്തം പണി എടുക്കണമെന്ന് അറിയിക്കാൻ വേണ്ടി പോയി നിൽക്കണ കേട്ടോ. പൊളിച്ചടുക്കണതാണിത്. അവൻ എല്ലാവരും അറിയിക്കുകയാണ് ഞാൻ പണിയെടുക്കുവാണ് എന്ന് അറിയിക്കുകയാണ്. പക്ഷെ പണി ചെയ്ത് ഇത് സാറിൻ്റെ ചേട്ടനാണ് കേട്ടോ. സാറിൻ്റെ ചേട്ടനാണ് ഓഫീസ് പണിയാനായിട്ട് വന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എല്ലാം ഇരുന്ന് വായി നോക്കണുണ്ട്, പണിയൊന്നും എടുക്കാതെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണേ. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകണേ. വീട്ടിൽ പോകാൻ നേരത്ത് നല്ല മഴ വരെയായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങളെവിടെയൊക്കെ മഴ പെയ്താൽ? നല്ല മഴയും മാത്രമല്ല ഇടിയും മിന്നലാണ് സഹിക്കാൻ വയ്യാത്ത. അതൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ വരും, നമ്മുടെ ലോഗോ ഒക്കെ വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.